ഹായ് ഹലോ ട്വൽത്ത് മാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഒരു വീഡിയോ നമ്മുടെ ഒഡീഷയുടെ എതിരെ മൂന്നാമത് നടക്കുന്ന മാച്ചിൻ്റെ ഒരു പ്രീ മാച്ച് ടോക്കാണ്. സോ നമ്മൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ഡ്രോയ്ക്ക് ശേഷം നോർത്ത് ഈസ്റ്റിൻ്റെ എതിരെ ഡ്രോയ്ക്ക് ശേഷം ഒരു പെട്ടെന്നുള്ളൊരു മാച്ച് തന്നെയാണ്. സാധാരണ വീക്കെൻഡിൽ വരുന്ന മാച്ച് ഈ ഒരു പ്രാവശ്യം പെട്ടെന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് കുഡ് ബി എ ടഫ് മാച്ച് ഇറ്റ് സെൽഫ്. കാരണം ഒഡീഷ ചെറിയ ടീമൊന്നുമല്ല, ബട്ട് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഈസ് ഡൗൺ ടു ദ ടേബിൾ. ആൻഡ് ഇപ്പോൾ ഒഡീഷയുടെ കാര്യം പറയുകയെന്ന് വെച്ചാൽ നമുക്കറിയാം, ലൊബേറയുടെ ടീമാണ്. ആൻഡ് ലൊബേറ മിക്കാലിസ്റ്ററെ കാണാൻ പോകുന്ന ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു മാച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. നോർത്ത് ഈസ്റ്റിൻ്റെ എതിരെ ഇറക്കിയ പോലെ തന്നെ സെയിം ഫോർമേഷനാണോ ഇറക്കാൻ നമുക്ക് കണ്ടു തന്നെ അറിയണം. പിന്നെ ലൂണ ഇറങ്ങുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും മങ്ങിക്കിടക്കുകയാണ്. എന്തായാലും നാളത്തോടെ അത് കൺഫേം ആയിട്ട് അറിയണമായിരിക്കും. അപ്പോൾ കമ്മ്യൂണിറ്റി ടാബ് വഴി ഷെയർ ചെയ്യണമായിരിക്കും. എന്തായാലും നമ്മുടെ നോവ വിൽ ബി ഇൻ ഫുൾ ഷോ. നോവ ഫുൾ ടൈം ഇറങ്ങി കളിക്കുന്നുണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം നോവ ഇല്ലാണ്ട് ഈ ടീം ഒന്നുമല്ല. ടീമിനെ ക്യാരി ഓവർ ചെയ്യണത് നോവയാണെന്നൊക്കെ വെച്ചാൽ നമുക്ക് പറയാം. ഈ ഒരു സീസണിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സൈനിങ് എന്ന് വെച്ചാൽ നമുക്ക് നോവേനെ പറയാം. ആൻഡ് ഒഡീഷയുടെ കാര്യം പറയാന്ന് വെച്ചാൽ ഒഡീഷ ഈസ് കമ്മിങ് ഫ്രം എ വിന്നിങ് മൊമെൻറ്റ്. കാരണം ജംഷഡ്പൂരിൻ്റെ എതിരെയുള്ള മാച്ച് 2-1 അവർ ജയിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അതിൻ്റെ മുമ്പേ പഞ്ചാബ് FC-ക്കെതിരെ അവർ തോറ്റിട്ടുമുണ്ടായിരുന്നു. അത് നോക്കണ്ട, അവർ ആ ഒരു വിന്നിങ് മൊമെൻറ്റിലാണ് ഇപ്പോൾ വരുന്നത്. ഈ ഒരു സീസണിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീസൺ തുടങ്ങിയിട്ട് ടേബിൾ ടോപ്പേഴ്സ് ഫസ്റ്റ് തന്നെ ആവും വിചാരിക്കുന്ന ടീമുകളൊക്കെ ഈസ് ഡൗൺ റൈറ്റ് നൗ, നമ്മളടക്കം. നമുക്കത്ര വലിയ ഇതൊന്നും ഉണ്ടായില്ല. ബട്ട് എന്നാലും ഇപ്പോൾ മുംബൈ സിറ്റി ആയാലും ഒഡീഷ ആയാലും ഈസ്റ്റ് ബംഗാളിലൊക്കെ മധ്യത്തല ഡയമണ്ട് കോഴ്സ് എത്ര പേരാ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ജീക്സൺ ഒക്കെ നോക്കുമ്പോൾ അവർ ഈസ് റൈറ്റ് നൗ ഡൗൺ. സോ എല്ലാവരും ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ അവരെ കോച്ചിനെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നാലെ ഇവാൻ ആശാനൊക്കെ വരും എന്നുള്ളൊരു റൂമേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് ഇവാൻ ആശാനിലേക്ക് അവർ പോയിട്ടുണ്ടായിരുന്നു. ഇവാൻ ആശാൻ പറഞ്ഞു, എനിക്ക് പൈസേനൊക്കെ വലുതാണ് നമ്മുടെ KBFC എന്ന ഈ ഒരു ക്ലബ്ബ്. ഹിസ് ലോയൽ മൈൻഡ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്തേ പറ്റൂ. ഇവൻ നമ്മുടെ ടീമിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും ഹീ സച്ച് എ ഗുഡ് മാൻ. ബിഗ് ഹ്യൂജ് റെസ്പെക്റ്റ്. അത്രയ്ക്ക് തന്നെ ഉള്ളൂ. നമുക്ക് എന്തായാലും കളി കാണാം 3-ാം തീയതി. ഒരു പെട്ടെന്നുള്ളൊരു മാച്ച് ആയതുകൊണ്ട് എത്രത്തോളം ട്രെയിൻ ചെയ്യാനുള്ള ടൈം കിട്ടുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കമൻറ്റ് ബിലോ. ഇതേപോലെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മൾ ആദ്യം അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യണത് കമ്മ്യൂണിറ്റി ടാബ് വഴിയും പിന്നെ വീഡിയോ ചെയ്യുന്നുണ്ടാവുക. സോ ഫോർ നൗ, താങ്ക്സ് ഫോർ വാച്ചിങ്.